Hello everyone, welcome to True World. എസ്എ മെയിൻസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെയിൻസിൽ നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ഭാഗമായിട്ട് സൈക്കോളജി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പലപ്പോഴും പല ഉദ്യോഗാർത്ഥികളും സ്കിപ്പ് ചെയ്ത് വിടുന്നത് അല്ലെങ്കിൽ വേണ്ട വിധത്തിൽ പഠിക്കാതെ വിടുന്ന ഒരു ടോപ്പിക്കാണ് സൈക്കോളജി. നമ്മുടെ റാങ്ക് നിർണ്ണയിക്കുന്ന വളരെ സുപ്രധാനമായ ചില ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്ത് നിന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകം തന്നെ സൈക്കോളജിയിലെ സിലബസ് ഒന്ന് റിവീൽ ചെയ്യുന്ന തരത്തിലുള്ള ഒരു സെഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത ആളുകൾ അതുകൂടി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും സൈക്കോളജിയിലെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്ന് മനസ്സിലാകും. സോ ഇന്ന് നമ്മൾ തൊട്ട് മുന്നേ നടന്ന എക്സാമിൽ കുറച്ച് ചോദ്യങ്ങൾ 109/25 പ്രകാരം നടന്ന എസ്എ മെയിൻസിലെ സൈക്കോളജി ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് നമ്മൾ ഇംഗ്ലീഷ് നോക്കി തന്നെ പഠിക്കണം. മലയാളം അത് മനസ്സിലാക്കി വെക്കുക, പക്ഷെ പഠിക്കുമ്പോൾ ഇംഗ്ലീഷ് നോക്കി പഠിക്കുന്നതായിരിക്കും നല്ലത്. പല സബ്ജക്റ്റുകളിലും സംഭവിക്കുന്നത് പോലെ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് തന്നെയാണ് എപ്പോഴും PSC ഫൈനലൈസ് ചെയ്ത ക്വസ്റ്റ്യൻസിൽ നിന്നും തീരുമാനിക്കുന്നത്. മലയാളത്തിൽ എന്തെങ്കിലും പിഴവ് വന്നാൽ നമ്മുടെ മാർക്ക് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: വിച്ച് നിയോ ഫ്രോയിഡിയൻ എംഫസൈസ്ഡ് social factors and minimized Freud's focus on sexual drives? സിഗ്മണ്ട് ഫ്രോയിഡ് സൈക്കോ അനലിറ്റിക് അപ്രോച്ചിലൂടെ ശാസ്ത്രലോകത്തിന്, മനഃശാസ്ത്രത്തിന് സുപ്രധാനമായ പല മാറ്റങ്ങളും കൊണ്ടുവന്ന വ്യക്തിയാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. എന്നാൽ അദ്ദേഹത്തിന്റെ തിയറിയിൽ സെക്ഷൽ ഡ്രൈവ്സ് ഉള്ളത് കൊണ്ട്, സെക്ഷൽ ഡ്രൈവ്സ് എന്ന് പറയുന്ന പോയിന്റ് ഉള്ളത് കൊണ്ട് വളരെയധികം വിമർശന വിധേയമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പിൽക്കാലത്തിലുള്ള ആളുകൾ, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും പിൽക്കാലത്ത് വരുന്ന ആളുകളും നിയോ ഫ്രോയിഡിയൻ അപ്രോച്ചുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യമായി സോഷ്യൽ ഫാക്ടേഴ്സിനെ എംഫസൈസ് ചെയ്ത വ്യക്തിയാര്? അപ്പൊ സിഗ്മണ്ട് ഫ്രോയിഡിനെ കുറിച്ച് മാത്രമല്ല നമ്മൾ പഠിക്കേണ്ടത്, അദ്ദേഹത്തിന്റെ തിയറീസ് അക്സെപ്റ്റ് ചെയ്തും റിജക്റ്റ് ചെയ്തും വന്ന ശേഷക്കാരായ ചില ആളുകളുണ്ട്. അവരുടെ തിയറീസ് കൂടി മനസ്സിലാക്കുക. അതിൽപ്പെട്ട 4 പേരാണ് ഈ കൊടുത്തിട്ടുള്ളത്: എറിക് എറിക്സൺ, കാൾ ജങ്, ആൽഫ്രഡ് അഡ്ലർ, കാരൻ ഹോണെ. നമ്മുടെ ആൻസർ വരുന്നത് ആൽഫ്രഡ് അഡ്ലർ ആണ് കേട്ടോ. അപ്പോൾ അദ്ദേഹം സോഷ്യൽ ഫാക്ടേഴ്സിനാണ് പ്രാധാന്യം നൽകിയിട്ടുള്ളത്. മലയാളത്തിലെ ചോദ്യം കൂടി ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഏത് നവ ഫ്രോയിഡിയനാണ് സാമൂഹിക ഘടകങ്ങൾക്ക് പ്രാധാന്യം നൽകുകയും ലൈംഗിക പ്രേരണകളിലൂടെ ഫ്രോയിഡിന്റെ ശ്രദ്ധ കുറയ്ക്കുകയും ചെയ്തത്. അപ്പൊ ഇവിടെ നിങ്ങൾ ചോദ്യം ശ്രദ്ധിച്ചോ. അപ്പൊ ഇവിടെ സോഷ്യൽ ഫാക്ടേഴ്സിന് ഇമ്പോർട്ടൻസ് നൽകി, സെക്ഷൽ ഡ്രൈവ്സിലേക്കുള്ള ഫോക്കസ് കുറച്ചു. അത് ആൽഫ്രഡ് അഡ്ലർ ആണ്. ഓക്കെ, അതങ്ങനെ തന്നെ പഠിച്ചു വെക്കൂ. ഇനിയും എക്സാമുകൾക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇതിനടുത്ത് ഗസ്റ്റാൾട്ട് സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഗസ്റ്റാൾട്ട് സൈക്കോളജിയിൽ ഫിനോമിനൻ എന്ന് പറയുന്ന ഒരു പ്രതിഭാസമുണ്ട്. എന്താണ് ഈ ഒരു ഫിനോമിനൻ എന്ന് പറയുന്നത്? നമ്മൾ ഈ ഉത്സവത്തിനൊക്കെ ലൈറ്റ് കത്തുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഈ ലൈറ്റ് കത്തുമ്പോൾ അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, പല രൂപങ്ങൾ ഇങ്ങനെ മാറി മറിഞ്ഞു പോകും അല്ലെ? പല രൂപങ്ങൾ. സത്യത്തിൽ ആ രൂപങ്ങൾ ചലിക്കുന്നുണ്ടാവൂല, പക്ഷെ ചലിക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും അല്ലെ? സത്യത്തിൽ അത് ചലിക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്നതിനാണ് നമ്മൾ ഫിനോമിനൻ എന്ന് പറയുന്നത്. ഇപ്പൊ അമ്പലപ്പറമ്പുകളിലുള്ള ആ ഒരു ഇമേജസ് നിങ്ങളുടെ മനസ്സിൽ വന്നാൽ മതി. ലൈറ്റൊക്കെ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ആ ഒരു ഇമേജസ്, അത് ആനിമേറ്റഡ് ഇമേജസ് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു. സത്യത്തിൽ അത് എന്ത് ചെയ്യുന്നില്ല, ചലിക്കുന്നില്ല. അതിനാണ് ഗസ്റ്റാൾട്ട് സൈക്കോളജിയിൽ ഫിനോമിനൻ എന്ന് പറയുന്നത്. ക്ലിയർ? സോ നമുക്ക് ഓപ്ഷനിൽ നോക്കാം. വി പെർസീവ് മോഷൻ ഈവൻ വെൻ നോ മൂവ്മെന്റ് ഒക്കേഴ്സ്. അവിടെ ചലനം നടക്കുന്നില്ലെങ്കിലും ചില സമയങ്ങളിൽ അവിടെ ചലനം നടക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു. അതിനാണ് ഫിനോമിനൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ മലയാളം ഇതാണ്. ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രജ്ഞർ, അത് ഒരു സ്കൂൾ ഓഫ് സൈക്കോളജിയിലാണ്. സൈക്കോളജിയിലെ ഒരു വിഭാഗമാണ് ഗസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റുകൾ. ജർമ്മനിയിലാണ് അവരുടെ ഫോർമേഷനും മറ്റു കാര്യങ്ങളും നടക്കുന്നത്. അപ്പൊ ഗസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റുകൾ പൈ പ്രതിഭാസത്തെ പഠിച്ചുകൊണ്ട് എന്ത് വിശദീകരിക്കുന്നു? ചലനം സംഭവിക്കാത്തപ്പോഴും നമ്മൾ ചലനം മനസ്സിലാക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ ആ ഒരു ഇമേജ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ടാസ്ക് സ്വിച്ചിങ് എന്താണ് എന്നുള്ളതാണ്. ടാസ്ക് സ്വിച്ചിങ് കോസ്റ്റ് ഒക്യൂർ വെൻ പെർഫോമൻസ് ഡിക്ലൈൻ ഡ്യൂ ടു. ടാസ്ക് സ്വിച്ചിങ് നടക്കുന്നത് നമ്മുടെ പെർഫോമൻസ് കുറയുമ്പോഴാണ്. നമ്മളൊരു പ്രവൃത്തി ചെയ്യുന്ന ആ ഒരു പ്രകടനം കുറയുമ്പോൾ അവിടെ ടാസ്ക് സ്വിച്ചിങ് നടക്കുന്നു. എങ്ങനെയാണ് ടാസ്ക് സ്വിച്ചിങ് നടക്കുന്നത്? അപ്പോൾ നമ്മൾ പതിവായി പഠിക്കുന്നു അല്ലെ? എന്നാൽ
ഈ ഒരു പഠനം 1-2 ദിവസം ബ്രേക്ക് ചെയ്യുന്നു എന്ന് കരുതുക. ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മുടെ അറ്റൻഷൻ കുറയും അല്ലേ? അറ്റൻഷൻ കുറയില്ലേ? യെസ്, അത് തന്നെയാണ് അവിടുത്തെ ആൻസർ. നമുക്ക് നോക്കാം. യെസ്, ഷിഫ്റ്റിംഗ് അറ്റൻഷൻ ബിറ്റ്വീൻ ടാസ്ക്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, എന്താണ് ടാസ്ക് സ്വിച്ചിങ് എന്ന് മനസ്സിലാക്കണം. ടാസ്ക് സ്വിച്ചിങ് എന്ന് പറഞ്ഞാൽ ഷിഫ്റ്റിംഗ്. ഇവിടെ സ്വിച്ചിങ് എന്ന് പറഞ്ഞാൽ മാറ്റുക എന്നാണ് അല്ലേ? അപ്പോൾ ഷിഫ്റ്റിംഗ് അറ്റൻഷൻ ബിറ്റ്വീൻ ടാസ്ക്, നമ്മുടെ ടാസ്കുകളിലേക്ക്, വ്യത്യസ്ത ടാസ്കുകളിലേക്ക് ശ്രദ്ധ മാറ്റുന്നതിനാണ് ടാസ്ക് സ്വിച്ചിങ് എന്ന് പറയുന്നത്. കറക്റ്റ് അവിടെ തന്നെയുണ്ട്, ടാസ്ക് സ്വിച്ച് ചെയ്യുക. അപ്പോൾ ടാസ്കുകൾക്കിടയിൽ അറ്റൻഷൻ ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മളെപ്പോഴും, നിങ്ങളിപ്പോൾ ഡിഗ്രി പ്രിലിംസിന് പഠിക്കുന്നു, 10th പ്രിലിംസിന് പഠിക്കുന്നു, 10th പ്രിലിംസിൻ്റെ സിലബസ് പൂർത്തിയാക്കാതെ ഡിഗ്രി പ്രിലിംസ് രണ്ടും സൈമിൾട്ടേനിയസ്ലി പഠിച്ചു പോകുമ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവൂലേ? അത് ടാസ്ക് സ്വിച്ചിങ് ആണ്. കാരണം നിങ്ങൾ 2 ടാസ്കുകൾ ചെയ്യുന്നു. 2 ടാസ്കുകൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ 2 ടാസ്കുകളിലേക്കും സ്പ്ലിറ്റ് ചെയ്തു പോകുന്നു. അങ്ങനെ നിങ്ങളുടെ പെർഫോമൻസ് കുറയുന്നു. അതിനാണ് ടാസ്ക് സ്വിച്ചിങ് എന്ന് പറയുന്നത്. ഒരു കാര്യം ചെയ്യുമ്പോൾ അതിലേക്ക് ഫോക്കസ് ചെയ്ത് മാക്സിമം എഫേർട്ട് അതിനകത്ത് കൊടുത്താൽ നമുക്ക് വിജയം ഉണ്ടാകും. പല കാര്യങ്ങൾ ഒരേ സമയം ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധകൾ പല സാധനങ്ങളിലേക്കും പല പ്രവർത്തനങ്ങളിലേക്കും നമ്മൾ വഴിതെളിച്ച് വിടേണ്ടി വരും. അത് കാരണമായി ടാസ്ക് സ്വിച്ചിങ് ഉണ്ടാകും. അതൊന്ന് മനസ്സിലാക്കട്ടെ. നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും വിശദീകരിച്ച് പറയുന്നത്. പ്രകടനം കുറയുമ്പോൾ ടാസ്ക് സ്വിച്ചിങ് ചിലവുകൾ സംഭവിക്കുന്നു. കാരണം ആ ജോലികൾക്കിടയിൽ എന്ത് ചെയ്യുന്നു? ശ്രദ്ധ മാറിപ്പോകുന്നു അല്ലെ? പല ജോലികൾക്കിടയിൽ നമ്മുടെ ശ്രദ്ധ മാറിപ്പോകുന്നുണ്ട്. കണ്ടോ, ഇതിന്റെ മലയാളമൊക്കെ കാണുമ്പോൾ നമുക്ക് കൃത്യമായിട്ടും അവിടെ പിടികിട്ടുന്നില്ല. ജോലികൾക്കിടയിൽ ശ്രദ്ധ മാറ്റൽ എന്ന് മാത്രമേ അവിടെ പറയുന്നുള്ളൂ. ഷിഫ്റ്റിംഗ് അറ്റൻഷൻ ബിറ്റ്വീൻ ടാസ്ക് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി നമുക്കത് മനസ്സിലാകും. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം, ദ ലെവൽസ് ഓഫ് പ്രോസസിംഗ് തിയറി ആർഗ്യൂസ് ദാറ്റ് മെമ്മറി റിട്ടൻഷൻ ഡിപ്പെൻഡ്സ് ഓൺ. ഓർമ്മയുമായി ബന്ധപ്പെട്ട, നമ്മൾ നേരത്തെ നോക്കിയത് അറ്റൻഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്, ശ്രദ്ധയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇത് ഓർമ്മയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ദ ലെവൽസ് ഓഫ് പ്രോസസിംഗ് തിയറി എന്ന് പറഞ്ഞാൽ മെമ്മറി നമ്മുടെ ബ്രെയിനിലേക്ക് രജിസ്റ്റർ ചെയ്യുന്ന, അത് നമ്മുടെ ബ്രെയിനിലേക്ക് രേഖപ്പെടുത്തുന്ന ഒരു പ്രോസസ്സാണ് പ്രോസസിംഗ് തിയറി. ഈ പ്രോസസിംഗ് തിയറി അവകാശപ്പെടുന്നത് മെമ്മറി റിട്ടൻഷൻ ഡിപ്പെൻഡ്സ് ഓൺ, മെമ്മറി ഓർമ്മ തങ്ങി നിൽക്കുന്നത്, റിട്ടൻഷൻ എന്ന് പറഞ്ഞാൽ തങ്ങി നിൽക്കുന്നത്, ഓർമ്മ തങ്ങി നിൽക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അപ്പോൾ ഒരു കാര്യം നമ്മുടെ മനസ്സിലേക്ക് പതിഞ്ഞ് അത് ദീർഘകാലം നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മയിലേക്ക് പോകണമെങ്കിൽ നാം ശേഖരിക്കുന്ന ഇൻഫോർമേഷൻ നല്ല ഡെപ്തിലേക്ക് പോകണം അല്ലെ? നിങ്ങളിപ്പോൾ റാങ്ക് ഫയൽ നോക്കി അല്ലെങ്കിൽ ക്ലാസ് കേട്ട് പല കാര്യങ്ങളും പഠിച്ചു വെക്കുന്നു. ഈ പഠിച്ചു വെച്ച കാര്യങ്ങൾ ഒരുപാട് നാൾ നിങ്ങൾ ഓർത്തിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആ പഠിച്ചു വെച്ച കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആഴത്തിൽ പതിയണം അല്ലേ? എന്നാലല്ലേ അത് ഓർക്കാൻ പറ്റുള്ളൂ. യെസ്, ദ ഡെപ്ത് അറ്റ് വിച്ച് ഇൻഫോർമേഷൻ ഈസ് പ്രോസസ്ഡ്. അപ്പോൾ ഒരു കാര്യം നമ്മൾ പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുമ്പോൾ, ഒരു കാര്യം നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ അത് നമ്മുടെ ഓർമ്മയിലേക്ക് പരമാവധി അഗാധത്തിലേക്ക് എത്തിച്ചേരണം. ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് പതിക്കണം. എന്നാൽ മാത്രമേ അത് നമുക്ക് ഓർക്കാൻ കഴിയുകയുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വിവരം നമ്മുടെ ഓർമ്മയിലേക്ക് നമ്മൾ തങ്ങി നിർത്തുന്ന പ്രോസസ്സാണ്. പ്രോസസ്സിംഗ് സിദ്ധാന്തത്തിന്റെ തലങ്ങൾ വാദിക്കുന്നത് മെമ്മറി നിലനിർത്തൽ അഥവാ ഓർമ്മ നിലനിർത്തുന്നത് വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നതിന്റെ ആഴം അനുസരിച്ചാണ്. കണ്ടോ, ഇവിടേക്കെല്ലാം ഒരു മംഗ്ലീഷ് രൂപത്തിൽ കൊടുത്തിരിക്കുകയാണ്. അതിനേക്കാൾ എളുപ്പം നമ്മൾ ഇംഗ്ലീഷിൽ പഠിച്ചു വെക്കുന്നതാണ്. ക്ലിയർ? ദെൻ ഓപ്ഷൻ ബി ആണ് ആൻസർ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, എന്താണ് ഫ്ലൈൻ എഫക്റ്റ്? ഇത് ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫ്ലൈൻ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ കാലക്രമേണ ഐക്യൂവിലുണ്ടാകുന്ന വർധനവിനാണ് നമ്മൾ എന്ത് ചെയ്യുക? ഫ്ലൈൻ എഫക്റ്റ് എന്ന് പറയുക. ഐക്യു എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്റലിജൻസ് അളന്ന് രേഖപ്പെടുത്തുന്ന ഒരു റേഞ്ചിനാണ് നമ്മൾ ഐക്യു എന്ന് പറയുന്നത്. ഐക്യു റേഞ്ച് നമ്മൾ 10, 20, 30, 40 എന്നൊക്കെ പറയാറുണ്ട്. 100 ശരാശരി ഐക്യു. അതൊക്കെ നമ്മൾ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നമ്മൾ പറയും. അപ്പോൾ ഐക്യു സ്കോഴ്സിൽ ഫ്ലൈൻ എഫക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ദ ഒബ്സർവ്ഡ് റൈസ് ഇൻ ആവറേജ് ഐക്യു സ്കോർസ് ഓവർ ടൈം. നമ്മൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഐക്യു സ്കോറിൽ ഉണ്ടാകുന്ന ഒരു വർധനവിനാണ് നമ്മൾ ഫ്ലൈൻ എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ കാലക്രമേണ ശരാശരി ഐക്യു സ്കോറുകളിൽ കാണപ്പെടുന്ന വർധനവ്, അതാണ് ഫ്ലൈൻ എഫക്റ്റ് അല്ലെങ്കിൽ ഫ്ലിൻ പ്രഭാവം എന്ന് മലയാളത്തിൽ പറയും. സോ ഓപ്ഷൻ എ ആണ് ആൻസർ. മനസ്സിലാകുന്നുണ്ടല്ലോ? ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്തത് സോഷ്യൽ കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട, സോഷ്യൽ സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇനി വരാൻ പോകുന്നത്.
ശ്രദ്ധിച്ച് കേൾക്കുക, ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യമാണ്. ഡ്യൂറിങ് എ സോഷ്യൽ ഇവന്റ്, ഒരു സാമൂഹിക ചടങ്ങിൽ വെച്ച് ഒരു വ്യക്തി അൺകോൺഷ്യസ്ലി മിറേഴ്സ് ദ സ്മൈൽസ് ആൻഡ് ലാഫ്റ്റർ ഓഫ് അതേഴ്സ്. മറ്റുള്ളവർ ചിരിക്കുന്നതും മറ്റുള്ളവർ പൊട്ടിച്ചിരിക്കുന്നതും കണ്ട് ഇയാളും അത് അനുകരിക്കുകയാണ്. ലീഡിങ് ടു ഷെയർഡ് പോസിറ്റീവ് ഇമോഷൻസ്. അപ്പൊ അങ്ങനെ അവിടെ ഒരു പോസിറ്റീവ് ഇമോഷൻസ് ഉണ്ടാവുകയാണ്. ഇത് എന്തിന്റെ എക്സാമ്പിൾ ആണ്? അപ്പൊ നമ്മളൊരു ചടങ്ങിന് പോകുമ്പോൾ എല്ലാവരും ചിരിക്കുന്നു, എല്ലാവരും തമാശ പറയുന്നു, അപ്പോൾ നമ്മളും അവർക്കൊപ്പം ചേരുന്നു. ഇതിന് നമ്മൾ പറയുന്നത് ഇമോഷണൽ കോൺടാഗ്യൂൻ. ഓക്കെ അല്ലേ? ഇമോഷണൽ കോൺടാഗ്യൂൻ എന്നാണ് പറയുന്നത് അല്ലെ? അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? നമുക്ക് സന്തോഷമുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും പ്ലാൻ ചെയ്തോ നമ്മൾ അവിടെ പോകുന്നതല്ല. ബാക്കിയുള്ള എല്ലാ ആളുകളും എങ്ങനെ പ്രവർത്തിക്കുന്നോ അതേപോലെ നമ്മൾ പ്രവർത്തിക്കുന്നു. ഇപ്പൊ നമ്മൾ പറയാറുണ്ട്, നന്നായി പഠിക്കുന്ന കുട്ടികളുള്ള ഒരു ടീമിൽ എത്തിപ്പെട്ടാൽ നമ്മൾ നന്നായിട്ട് പഠിച്ചോളൂ, അപ്പൊ അവരിലുള്ള നല്ല ഗുണം നമ്മളിലേക്ക് വരും എന്നാണ് നമ്മൾ പറയാറ്. ആ സെയിം സംഭവം തന്നെയാണ് ഇമോഷൻസിലും. ഒരു വലിയ ഗ്രൂപ്പിന്റെ ഇമോഷൻസ് എന്താണോ അതേ ഇമോഷൻസ് നമ്മിലേക്കും വരും എന്ന് പറയുന്ന ടേമാണ് ഇമോഷണൽ കോൺടാഗ്യൂൺ. നമ്മൾ കണ്ടേജീനിയസ് എന്നൊക്കെ പറയാറുണ്ട്, പകർച്ചവ്യാധി. അപ്പോൾ ഒരു അസുഖം, ഇപ്പോൾ കോവിഡ് ഒക്കെ പകർന്നതുപോലെ ഇമോഷൻസും പകർന്നു വരും എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഇമോഷണൽ കോൺടാഗ്യൂൺ അല്ലെങ്കിൽ വൈകാരിക പകർച്ചവ്യാധി. നമുക്ക് നോക്കാം. ഒരു സാമൂഹിക പരിപാടിയിൽ ഒരു വ്യക്തി അറിയാതെ തന്നെ മറ്റുള്ളവരുടെ പുഞ്ചിരിയും ചിരിയും പ്രതിഫലിപ്പിക്കുന്നു. അപ്പൊ മറ്റുള്ളവർ ചിരിക്കുന്നതും കളിക്കുന്നതും നോക്കി ഒരു വ്യക്തി അത് അനുകരിക്കുന്നു എങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് വൈകാരിക പകർച്ചവ്യാധി. വൈകാരിക പകർച്ചവ്യാധി എന്നാണ്. ക്ലിയർ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ആൻഡ് എ പേഴ്സൺ, വീണ്ടും ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. എ പേഴ്സൺ എക്സ്പീരിയൻസ് ഇന്റൻസ് ഫിയർ ആൻഡ് അവോയ്ഡൻസ് ഓഫ് ഫ്ലൈയിങ്. ഇത് നിങ്ങൾക്ക് പല ആളുകൾക്കും ഓപ്ഷൻസ് നോക്കി തന്നെ ഉത്തരം ചെയ്യാൻ പറ്റുന്നതാണ്. ഒരാൾക്ക് എന്ത് പേടിയുണ്ട്? പറക്കാൻ പേടിയാണ്. അതുകൊണ്ട് തന്നെ ഇയാൾ എന്ത് ചെയ്യാറില്ല? പ്ലെയിനിലോ വിമാനത്തിലോ ഒന്നും കയറാറില്ല. വിച്ച് ഡിസ്റപ്റ്റ്സ് ദെയർ ജോബ് റിക്വയറിംഗ് ട്രാവൽ. അപ്പൊ അദ്ദേഹത്തിന്റെ ജോലി അനുസരിച്ച് വിമാനത്തിൽ കയറി യാത്ര ചെയ്യേണ്ടി വരും, പക്ഷെ അദ്ദേഹത്തിന് അതിന് കഴിയുന്നില്ല. അങ്ങനെ their therapist used a systematic desensitization to help them. ഈ ഒരു ടേം ഓർത്ത് വെക്കണം. ഇതിന്റെ ഡെഫിനിഷൻ ആണ് താഴെ തന്നിട്ടുള്ളത്. സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ ഉപയോഗിച്ച് അദ്ദേഹത്തെ സഹായിക്കാൻ തെറാപ്പിസ്റ്റ് തീരുമാനിച്ചു. ഹൗ ഡസ് ദിസ് ട്രീറ്റ്മെന്റ് വർക്ക്? എങ്ങനെയാണ് ഈ ഒരു ട്രീറ്റ്മെന്റ് വർക്ക് ചെയ്യുന്നത്? അപ്പൊ ഇവിടെ അദ്ദേഹത്തിന് ഉള്ള പ്രശ്നം എന്താ? എയറോഫോബിയ ആണ് അല്ലെ? പറക്കാനുള്ള പേടി, വായുവിനെ പേടി. അപ്പൊ അദ്ദേഹത്തിന് ഫോബിയ ആണുള്ളത്. ഫോബിയ എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തെക്കുറിച്ചുള്ള അകാരണമായ പേടിക്കാണ് നമ്മൾ ഫോബിയ എന്ന് പറയുന്നത്. ഫോബിയയ്ക്ക് വേണ്ടിയുള്ള ഒരു ചികിത്സാ രീതിയാണ് സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ. പഠിച്ചു വെക്കുക, പല പരീക്ഷകളിലും ചോദിക്കുന്നതാണ്. എന്താണ് സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ? ഒരാൾക്ക് പേടിയുള്ള വസ്തുവുമായിട്ട് അല്ലെങ്കിൽ ഒരാൾക്ക് പേടിയുള്ള കാര്യവുമായി അടുത്തിടപെടാൻ ശ്രമിക്കുകയും അത് നിരന്തരം അതുമായിട്ട് അടുത്തിടപഴകിക്കൊണ്ട് അതുകൊണ്ട് ഞാൻ പേടിക്കേണ്ട കാര്യമില്ല, ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്ന് അയാളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നതാണ് സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ. അപ്പൊ ഇവിടെ ഈ വ്യക്തിയെ സംബന്ധിച്ച് അവനെ നമ്മൾ എന്ത് ചെയ്യും? പറക്കാൻ പ്രേരിപ്പിക്കുന്നു, അവനെ വിമാനത്തിൽ കയറാൻ പ്രേരിപ്പിക്കുന്നു. വിമാനത്തിൽ കയറിയത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുന്നു. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ചെയ്യാനുള്ളത്. ഓരോ ഓപ്ഷൻസും വേണമെങ്കിൽ നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ബൈ എൻകറേജിങ് ദ പേഴ്സൺ ടു അവോയ്ഡ് ഫ്ലൈയിങ് കംപ്ലീറ്റ്ലി. അങ്ങനെയാണോ? നീ പറക്കണ്ട, നിനക്ക് പേടിയാണെങ്കിൽ നീ പറക്കണ്ട എന്ന് പറയുകയാണ് വേണ്ടത്? അല്ല. ബൈ ഗ്രാജുവലി എക്സ്പോസിങ് ദ പേഴ്സൺ ടു ഫ്ലൈയിങ് റിലേറ്റഡ് സ്റ്റിമുലി വൈൽ ടീച്ചിങ് റിലാക്സേഷൻ ടെക്നിക്സ്. അതാണ് ശരി അല്ലെ? അദ്ദേഹത്തിന് ആശ്വാസം പകരുന്ന ടെക്നിക്സ് പറഞ്ഞു കൊടുക്കുന്നതോടൊപ്പം പേടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പറക്കുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് പറഞ്ഞ് ക്രമേണ അദ്ദേഹത്തെ വിമാനത്തിലേക്ക് കയറ്റുക. ഒറ്റയടിക്കന്നെ ആ ഒരു പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയില്ല. അതിനു മുന്നേ പലതരത്തിലുള്ള ആശ്വാസവാക്കുകളും റിലാക്സേഷൻ ടെക്നിക്സും ബ്രീത്തിങ് എക്സസൈസും യോഗയും പോലുള്ള റിലാക്സേഷൻ ടെക്നിക്സ് ഒക്കെ കൊടുത്തിട്ടാണ് അദ്ദേഹത്തെ അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. ക്ലിയർ? മലയാളം കൂടി ഞാൻ വായിക്കാം. ഞാൻ ഈ മലയാളം കൂടെ വായിക്കുന്നത് ഇംഗ്ലീഷും മലയാളവും തമ്മിൽ എത്രമാത്രം വ്യത്യാസം വരുന്നുണ്ട്, എത്രമാത്രം നിങ്ങൾക്ക് എളുപ്പം വരുന്നുണ്ട് എന്നൊക്കെ അറിയാനാണ്. ഒരു വ്യക്തി തീവ്രമായ ഭയവും പറക്കൽ ഒഴിവാക്കലും അനുഭവപ്പെടുന്നു. പറക്കൽ ഒഴിവാക്കൽ എന്നാ പറഞ്ഞിട്ടുള്ളത് അല്ലെ? യെസ്, വിമാനത്തിൽ യാത്ര ചെയ്യുകയാണ് അവിടുത്തെ ഉദ്ദേശം. ഇത് അവരുടെ യാത്ര ആവശ്യമായ ജോലിയെ തടസ്സപ്പെടുത്തുന്നു. ഗൂഗിൾ ട്രാൻസ്ലേഷൻ ആണ്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അവരുടെ തെറാപ്പിസ്റ്റ് അവരെ സഹായിക്കാൻ സിസ്റ്റമാറ്റിക്
ഡീസെൻസിറ്റൈസേഷൻ ഉപയോഗിക്കുന്നു. ഈ ചികിത്സ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ആണല്ലേ. വിശ്രമ വിദ്യകൾ, റിലാക്സേഷൻ ടെക്നിക്കിന്റെ മലയാളമാണ്. എങ്ങനെയുണ്ട്? വിശ്രമ വിദ്യകൾ പഠിപ്പിക്കുമ്പോൾ പറക്കലുമായി ബന്ധപ്പെട്ട ഉത്തേജകങ്ങൾക്ക് വ്യക്തിയെ ക്രമേണ വിധേയമാക്കുന്നതിലൂടെ. കണ്ടോ, ഒരു ബന്ധവും ഇല്ലാത്ത രീതിയിലാണ് അവിടെ ഓപ്ഷൻസ് ഒക്കെ വരുന്നത്. ഉത്തരം അതാണ്. അപ്പൊ നിങ്ങൾ മലയാളം മാത്രം വായിച്ചു നോക്കിയാൽ കുറേ സമയം നിങ്ങൾക്ക് നഷ്ടമാവും. അപ്പോൾ പരമാവധി ഇംഗ്ലീഷ് തന്നെ ഡിപ്പെൻഡ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ക്ലിയർ? ഓപ്ഷൻ ബി ആണ് ആൻസർ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, എ ടീച്ചർ അസ്യൂം സ്റ്റുഡൻസ് ഫ്രം എ സർട്ടൻ ബാക്ക്ഗ്രൗണ്ട്. ഒരു നിശ്ചിത പശ്ചാത്തലമുള്ള കുട്ടികളോട് ടീച്ചറിനൊരു മുൻധാരണയുണ്ട്. വിൽ പെർഫോം പോർലി. അവരെന്ത് ചെയ്യില്ല, നന്നായിട്ട് പ്രകടനം കാഴ്ചവെക്കാൻ കഴിയില്ല, അവർ മോശം പ്രകടനമായിരിക്കും കാഴ്ചവെക്കുന്നത് എന്ന് ടീച്ചറിന് ഒരു അസംഷൻസ് ഉണ്ട്, ഒരു ധാരണയുണ്ട്. ആൻഡ് കോൺസിക്വൻറ്റ്ലി ഗീവ്സ് ദം ലെസ് അറ്റൻഷൻ. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് കൊടുക്കുന്നില്ല, ശ്രദ്ധ കൊടുക്കുന്നില്ല. വിച്ച് ലീഡ്സ് ടു പുവർ പെർഫോമൻസ്. അത് കാരണമായിട്ട് കുട്ടികൾ എവിടേക്ക് പോകുന്നു? മോശം പ്രകടനത്തിലൂടെ പോകുന്നു. അപ്പൊ ഇവിടെ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ചില പ്രത്യേക പശ്ചാത്തലമുള്ള, അത് ഒന്നെങ്കിൽ ചില പ്രത്യേക കാസ്റ്റിൽ നിന്നോ അല്ലെങ്കിൽ സാമൂഹിക ചുറ്റുപാടിൽ നിന്നോ എന്തുമാകാം, ചില പ്രത്യേക ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് നല്ല രീതിയിൽ പഠിക്കാൻ കഴിയില്ല, പെർഫോം ചെയ്യാൻ കഴിയില്ല എന്ന് അധ്യാപകൻ അനുമാനിക്കുന്നു. അപ്പൊ ഒന്നാമത്തത് അധ്യാപകൻ അനുമാനിക്കുന്നു. 2, ഈ അനുമാനം കാരണം അധ്യാപകൻ എന്ത് ചെയ്യുന്നില്ല, കുട്ടികളെ ശ്രദ്ധിക്കുന്നില്ല. 2, അധ്യാപകൻ കുട്ടികളെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് കുട്ടികൾ മോശം പ്രവർത്തനം കാഴ്ചവെക്കുന്നു. 3. അപ്പൊ 3 പോയിന്റ് അല്ലെ, 3 പോയിന്റ്. അധ്യാപകന്റെ അനുമാനം, അത് കാരണം അധ്യാപകനിൽ നിന്ന് വരുന്ന പെരുമാറ്റം കുട്ടികളെ ശ്രദ്ധിക്കുന്നില്ല, അങ്ങനെ അധ്യാപകൻ പെരുമാറിയത് കൊണ്ടുള്ള ഔട്ട്കം, അതിന്റെ റിസൾട്ട് കുട്ടികൾ പഠനത്തിൽ മോശക്കാരായി പോയി. ഓക്കെ, അപ്പൊ ഇതിനെ എന്ത് പറയും? ഇതൊക്കെ സ്റ്റീരിയോ ടൈപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് കേൾക്കുമ്പോൾ ചാടി ഓപ്ഷൻ ബിയിലേക്ക് പോകരുത്. നമുക്ക് നോക്കാം. ഇതിന്റെ ഉത്തരം സെൽഫ് ഫുൾഫില്ലിംഗ് പ്രൊഫസി എന്നാണ്. സെൽഫ് ഫുൾഫില്ലിംഗ് പ്രൊഫസി, അതിൽ ഈ 3 ടേംസും വരും. സെൽഫ് ഫുൾഫില്ലിംഗ് പ്രൊഫസി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ധാരണയുണ്ട്, ഈ ധാരണ അനുസരിച്ച് നമ്മൾ പെരുമാറുന്നു. അപ്പൊ അധ്യാപകന്റെ ധാരണ, ഈ നിശ്ചിത പശ്ചാത്തലത്തിൽ വരുന്ന കുട്ടികൾ നന്നായിട്ട് പ്രകടനം കാഴ്ചവെക്കില്ല, അതനുസരിച്ച് അധ്യാപകൻ പെരുമാറി, അവരെ ശ്രദ്ധിച്ചില്ല, അത് കാരണം ഒരു റിസൾട്ട് ഉണ്ടാവുകയും ചെയ്തു. ഈ 3 പോയിന്റ് വന്നു കഴിയുമ്പോൾ, അഥവാ നമ്മുടെ അനുമാനം, അതിലൂടെ നമ്മുടെ പെരുമാറ്റം, അതിൽ നിന്നുമുള്ള റിസൾട്ട്, ഈ 3 കാര്യങ്ങളും ചേർന്ന് വരുമ്പോഴാണ് നമ്മൾ അതിനെ സെൽഫ് ഫുൾഫില്ലിംഗ് പ്രൊഫസി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഓപ്ഷൻ എ ആണ് അവിടുത്തെ ആൻസർ. ബാക്കി കൂടി ഞാൻ പറയാം, മലയാളം കൂടി വായിച്ചിട്ട് ബാക്കി കൂടി ഞാൻ പറയാം. അപ്പോൾ ഒരു പ്രത്യേക പശ്ചാത്തലത്തിലുള്ള വിദ്യാർത്ഥികൾ മോശം പ്രകടനം കാഴ്ചവെക്കുമെന്ന് അധ്യാപകൻ അനുമാനിക്കുന്നു. അപ്പൊ ഒന്നാമത്തെ പ്രവർത്തനം അധ്യാപകൻ അനുമാനിച്ചു. തൽഫലമായി അവർക്ക് കുറഞ്ഞ ശ്രദ്ധ നൽകുകയും ചെയ്തു. അപ്പൊ കുറഞ്ഞ ശ്രദ്ധ, രണ്ടാമത്തെ പ്രവർത്തനം. ഇത് മോശം പ്രകടനത്തിലേക്ക് നയിക്കുന്നു. അപ്പൊ കുട്ടികളുടെ പ്രകടനം മോശമായി. ഇത് 3 കൂടി ചേരുന്നതിനെ നമ്മൾ പറയുന്ന പേര് സ്വയം നിറവേറ്റുന്ന പ്രവചനം എന്നാണ്. സ്വയം നിറവേറ്റുന്ന പ്രവചനം എന്നാണ്. ഇനി ഇവിടെ 3 ഓപ്ഷൻസ് കിടപ്പുണ്ട്. ഞാൻ അതെല്ലാം കൂടി പറയുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ സംശയമുള്ളത് സ്റ്റീരിയോ ടൈപ്പ് ത്രെട്ട് ആയിരിക്കും എന്നുള്ളതാണ്. സ്റ്റീരിയോ ടൈപ്പ് ത്രെട്ട് എന്ന് പറയുന്നത് കുട്ടികളുടെ മനസ്സിലുണ്ടാകുന്ന പേടിയാണ്. കുട്ടികളുടെ മനസ്സിൽ എന്നെ അധ്യാപകൻ ഇങ്ങനെ ആയിരിക്കും കാണുക എന്നൊരു പേടി അധ്യാപകന്റെ പ്രവർത്തനം കാരണം കുട്ടികളുടെ മനസ്സിലുണ്ടാകുമല്ലോ. ഈ കുട്ടികളുടെ മനസ്സിലുണ്ടാകുന്ന സാധനമാണ് സ്റ്റീരിയോ ടൈപ്പ് ത്രെട്ട്. മനസ്സിലായോ? അധ്യാപകന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതല്ല. അപ്പൊ സ്റ്റീരിയോ ടൈപ്പ് ത്രെട്ട് എന്ന് പറയുന്നത് കുട്ടികളുടെ മനസ്സിലുള്ള ആ ഒരു ആശങ്ക, ഒരു പേടിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഓപ്ഷൻ ബി വരാത്തത്. ദെൻ കൺഫർമേഷൻ ബയാസ് എന്ന് പറയുമ്പോൾ അവിടെ എന്തുമാത്രം പക്ഷാഘാതം നടത്തുന്നു അല്ലെ, പക്ഷാഭേദം നടത്തുന്നു, അല്ലാതെ അതിന്റെ റിസൾട്ടും മറ്റു കാര്യങ്ങളൊന്നും അവിടെ പറയില്ല. അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് ഇവിടെ 3 പോയിന്റ് ഉണ്ട് എന്ന് എടുത്ത് പറഞ്ഞത്. കൺഫർമേഷൻ ബയാസിൽ ഒരു പക്ഷാഭേദം നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ആഫ്റ്റർ എഫക്റ്റ് നമ്മൾ പറയുന്നില്ല. ക്ലിയർ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഡ്യൂറിങ് മിഡിൽ അഡൽട്ട്ഹുഡ് a person who focuses only on personal success without contributing to others is likely to experience. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇത് നമ്മൾ എറിക്സന്റെ 8 സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് പഠിക്കുമ്പോൾ പഠിക്കുന്ന ഒരു സാധനമാണ്. മിഡിൽ അഡൽട്ട്ഹുഡിൽ എത്തുന്ന ഒരു വ്യക്തി ഓൺലി ഫോക്കസ് ഓൺ പേഴ്സണൽ സക്സസ് വിത്തൗട്ട് കോൺട്രിബ്യൂട്ടിംഗ് ടു അതേഴ്സ്. അയാളുടെ കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ, മറ്റൊരാളുടെ കാര്യം നോക്കുന്നേയില്ല. മിഡിൽ അഡൽട്ട്ഹുഡ് ആകുമ്പോൾ ഒരാൾ
തൻ്റെ വരും തലമുറയെ വാർത്തെടുക്കാൻ, തൻ്റെ സമൂഹത്തിൽ കുറേ സംഭാവനകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാലഘട്ടമാണ് മിഡിൽ അഡൽട്ട്ഹുഡ്. നമ്മൾ വിവാഹമൊക്കെ കഴിഞ്ഞു, നമുക്ക് കുട്ടികളൊക്കെ ഉണ്ടായതിനു ശേഷമുള്ള ഒരു സമയമുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ജീവിക്കുന്ന ഒക്കെ ഒരു സമയമാണ് ഈ മിഡിൽ അഡൽട്ട്ഹുഡ് എന്ന് പറയുന്നത്. ഏകദേശം 35 വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ മിഡിൽ അഡൽട്ട്ഹുഡ് വരുന്നത്. അപ്പോൾ ഈ മിഡിൽ അഡൽട്ട്ഹുഡിലുള്ള ഒരാള് മറ്റു കുടുംബാംഗങ്ങളുടെ, സമൂഹത്തിന്റെ ഒക്കെ കാര്യം നോക്കണം. ഇയാൾ അതൊന്നും നോക്കുന്നില്ല, സ്വന്തം കാര്യം മാത്രം നോക്കുന്നു. ഇതിനെ നമ്മൾ പറയുന്ന പേര് സ്റ്റാഗ്നേഷൻ എന്നാണ് കേട്ടോ. സ്റ്റാഗ്നേഷൻ. ഓക്കെ അല്ലേ? അപ്പൊ എറിക്സന്റെ 8 ഘട്ടങ്ങളിൽ ഓരോ ഘട്ടങ്ങളിലും 2 കോൺഫ്ലിക്റ്റുകളെ കുറിച്ചാണ് പറയുന്നത്. ഒന്നെങ്കിൽ ഒരു വ്യക്തിയിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടാകും, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള സംഭവം ഉണ്ടാകും. ഇത് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റിൽ പറയുന്നത്. അപ്പൊ ഇവിടെ അദ്ദേഹം പറഞ്ഞ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം ഇതാണ്. ഇവിടെ നമ്മൾ ചോദ്യത്തിൽ ചോദിച്ചത് ആ നെഗറ്റീവ് ആസ്പെക്റ്റിനെയാണ്. ഇനി മിഡിൽ അഡൽട്ട്ഹുഡിലുള്ള ഒരാള് തൻ്റെ ഒപ്പമുള്ള തൻ്റെ ഫാമിലി, തൻ്റെ സൊസൈറ്റിയൊക്കെ വാർത്തെടുക്കാൻ, വളർത്തിയെടുക്കാൻ, അവർക്ക് വേണ്ടി ടൈമും മണിയും ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പറയുന്ന പേര് ഇൻഡസ്ട്രി എന്നാണ് കേട്ടോ. ഇൻഡസ്ട്രി എന്നാണ്. ഇൻഡസ്ട്രി. അപ്പൊ ഇൻഡസ്ട്രിയുടെ ഒക്കെ മലയാളം ഇവിടെ വ്യവസായം എന്നൊക്കെയാ കൊടുത്തിരിക്കുന്നത്. വ്യവസായം എന്ന് പറഞ്ഞാൽ കച്ചവടം എന്നാണ്. അതാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചു വെച്ചില്ലെങ്കിൽ ഉള്ള പ്രശ്നം വരുന്നത് കേട്ടോ. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്. സ്തംഭനാവസ്ഥ എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. മധ്യവയസ്സിൽ മറ്റുള്ളവർക്ക് സംഭാവന നൽകാതെ, സംഭാവന എന്നൊക്കെയാ പറയാ, ഡൊണേഷൻ അല്ലെ, സംഭാവന നൽകാതെ വ്യക്തിപരമായ വിജയത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇവ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ സ്തംഭനാവസ്ഥ. അപ്പൊ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? മലയാളമാണോ ഇംഗ്ലീഷ് ആണോ കുറച്ചുകൂടി എളുപ്പമായിട്ട് ഫീൽ ചെയ്യുക? മലയാളീകരിക്കുമ്പോൾ കുറച്ച് പ്രശ്നം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ? ക്ലിയർ? ഇനി അടുത്ത അവസാനത്തെ ചോദ്യം. അവസാനത്തത് മോറൽ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. കോൾബർഗിന്റെ മോഡൽ ഡെവലപ്മെന്റ്. ഇൻ ദ പോസ്റ്റ് കൺവെൻഷണൽ ലെവൽ മോറൽ റീസണിങ് ഈസ് മോട്ടിവേറ്റഡ് ബൈ. കോൾബർഗ് സന്മാർഗ തത്വത്തെക്കുറിച്ച് അല്ലെങ്കിൽ സദാചാര തത്വത്തെക്കുറിച്ച് പറയുമ്പോൾ 3 ലെവൽ പറയുന്നുണ്ട്. കൺവെൻഷണൽ, പ്രീ കൺവെൻഷണൽ, പോസ്റ്റ് കൺവെൻഷണൽ കേട്ടോ. പ്രീ കൺവെൻഷണൽ, കൺവെൻഷണൽ, പോസ്റ്റ് കൺവെൻഷണൽ. അത് മൂന്നാമത്തതാണ് പോസ്റ്റ് കൺവെൻഷണൽ. ഏറ്റവും റേഞ്ച് കൂടിയ സാധനമാണ് പോസ്റ്റ് കൺവെൻഷണൽ. ഞാൻ അതിനെക്കുറിച്ച് മാത്രം പറയാണ്, എല്ലാം കൂടി പറയാൻ സമയമില്ല. അപ്പൊ ഈ ഒരു പോസ്റ്റ് കൺവെൻഷണൽ ലെവലിൽ ഒരു വ്യക്തി എന്താ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അവിടെ ആ വ്യക്തി ചിന്തിക്കുന്നത് ഓരോ റൂൾസും അത് ശരിയാണോ, അതുകൊണ്ട് സമൂഹത്തിന് ഗുണമുണ്ടോ, സമൂഹത്തിന് ഗുണമുണ്ടെങ്കിൽ മാത്രം അത് അനുസരിക്കുക എന്ന ലെവലിലാണ് കുട്ടികളല്ല ഒരു വ്യക്തി ചിന്തിക്കുക. അപ്പോൾ പോസ്റ്റ് കൺവെൻഷണൽ ലെവലിൽ ഒരു വ്യക്തി ചിന്തിക്കുന്നത് കോർ വാല്യൂസ് ആൻഡ് യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസ് അനുസരിച്ചാണ്. ഓരോ മൂല്യത്തിന്റെ അതിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് റൂൾസ് എല്ലാം ആ വാല്യൂസ് അനുസരിച്ചാണ് ഉള്ളതെങ്കിൽ മാത്രം അനുസരിക്കുക. അപ്പോൾ മഹാത്മാഗാന്ധിജി ഇവിടെ പലതരത്തിലുള്ള സമരമുറകൾ നടത്തിയിട്ടുണ്ട്. നിയമ ലംഘന പ്രസ്ഥാനം അല്ലെ, സിവിൽ ഡിസ്ഒബീഡിയൻസ് മൂവ്മെന്റ് നടത്തിയിട്ടുണ്ട്. അപ്പൊ അവിടെയൊക്കെ നിയമ ലംഘനമാണ് നടത്തിയത്. എന്തുകൊണ്ട് നിയമം ലംഘിച്ചു? അത് നമ്മുടെ ബേസിക് വാല്യൂസിനെ പൊളിച്ചു കളയുന്ന നിയമങ്ങളായിരുന്നു ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് അതിനെ ലംഘിച്ചത്. അത് പോസ്റ്റ് കൺവെൻഷണൽ ലെവലിലുള്ള ഒരാളുടെ പ്രവർത്തനമാണ്, മഹാത്മാഗാന്ധിജിയുടെ പ്രവർത്തനമാണ്. അപ്പോൾ മനുഷ്യന്റെ ഗുണത്തിന് അല്ലാത്ത നിയമങ്ങളെല്ലാം തകർത്ത് കളയുക എന്നുള്ളതായിരിക്കും അവരുടെ പ്രധാന ലക്ഷ്യം. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ക്ലിയർ? സോ പാരമ്പര്യാനന്തര തലത്തിൽ എന്നൊക്കെയാ പറയാ. പോസ്റ്റ് കൺവെൻഷണൽ എന്ന് പഠിച്ചു വെക്കുന്നതല്ലേ എളുപ്പം. ധാർമ്മിക ന്യായവാദം, മോറൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ മോറൽ തിയറി പ്രചോദിപ്പിക്കുന്നത് ഇവയാണ് എന്ന് ചോദിച്ചാൽ അടിസ്ഥാന മൂല്യങ്ങളും സാർവത്രിക തത്വങ്ങളും. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ്. അപ്പൊ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾ ഇംഗ്ലീഷിൽ പഠിച്ചു വെക്കുക. ഇംഗ്ലീഷിൽ പഠിച്ചു വെക്കുന്നതാണ് കുറച്ചുകൂടി എളുപ്പം. ക്ലിയർ? സോ ഡിയേഴ്സ്, കഴിഞ്ഞ ഏറ്റവും റീസെന്റ് ആയി നടന്ന എസ് ഐ മെയിൻസിലെ 10 സൈക്കോളജി ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഞാൻ മാക്സിമം സിംപ്ലിഫൈ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ വലിയ വലിയ തിയറീസിന്റെ ഒരു ഭാഗം മാത്രമാണ് ഇവിടെ ചോദ്യത്തിൽ കാണുന്നത്. നിങ്ങൾ പല ആളുകളും ഇതുവരെ പഠിച്ചിട്ടില്ലാത്ത തിയറീസ് കൂടി ആയിരിക്കാം. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ചെറിയൊരു പരിചയക്കുറവ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം. നമ്മൾ തുടർന്ന് അങ്ങോട്ട് പലതരത്തിലുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അതൊക്കെ ഫോളോ ചെയ്താൽ നിങ്ങൾ ഈ ഒരു ടോപ്പിക്കുമായി നന്നായിട്ട് ഫെമിലിയർ ആവുകയും നല്ലൊരു മാർക്ക് തന്നെ നിങ്ങൾക്ക് സൈക്കോളജിയിൽ സ്വന്തമാക്കാൻ കഴിയുകയും ചെയ്യും. സോ നന്നായി പഠിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയത്തിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വിഷ് യു ഗുഡ് ലക്ക് ആൻഡ് ഗുഡ് ബൈ.